എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ രണ്ടുപേരും കൂടെ കുറേ കാലമായി വന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടും കുറേ ദിവസമായില്ല. ആക്ച്വലി ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇടാറ്. നമ്മളെല്ലാ പ്രാവശ്യം പറയണ പോലെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലേ, അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യമല്ല ആക്ച്വലി. അത്ര നല്ലൊരു വാർത്തയും നല്ലൊരു ഇപ്പം അടുത്ത് കേൾക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് പറയാൻ അല്ലേ, ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റിയിട്ടാണ്. അതെ, എന്തരം ഷേട്ടിന് പറയാനുള്ളത്? ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പല ഡിസ്കഷൻസും പല ടോപ്പിക്സും പല ആളുകളും അതിനെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന, നമ്മൾ പഹൽഗാമിൽ പോയിട്ടുണ്ടായിരുന്നതാണ്, നിങ്ങളെല്ലാവരും ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയുന്ന ഒരു കശ്മീരുണ്ട്, നമ്മൾ കേട്ടറിഞ്ഞൊരു കശ്മീരുണ്ട്, അവിടെ പോയിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കശ്മീരിലെ അവിടുത്തെ ശ്രീനഗറിലെയും ഒരു അവസ്ഥ ഉണ്ട്. അതിന് പറയുമ്പോൾ ഞാൻ കുട്ടിക്കാലം മുതൽ അച്ഛൻ ആർമിയിലാവുമ്പോൾ അധികവും അച്ഛൻ്റെ ആർമി ലൈഫ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ശ്രീനഗറും ആ സ്ഥലങ്ങളൊക്കെയാണ്. കാർഗിൽ വാറിൻ്റെ സമയത്ത് അച്ഛൻ അവിടെയായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അച്ഛൻ ആ ശ്രീനഗർ കശ്മീർ വിഷയങ്ങൾ, അവിടുത്തെ സംഭവങ്ങളൊക്കെ, അവിടുത്തെ കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങളുണ്ട്. ആർമി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അവിടുത്തെ ലോക്കൽ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട്, എന്നും നാട്ടിൽ ലീവിൽ വരുമ്പോൾ ഇതാണ് ടോപ്പിക്ക്. ഈവൻ കത്തിലൂടെ അടക്കം ടോപ്പിക്ക് അതാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ലൈഫിലുണ്ട്. നമ്മളെ അടുത്തല്ല സ്റ്റേറ്റ് എന്നുണ്ടെങ്കിലും ആ സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ളത് കുറേ പേര് അതാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ട് അവിടെ ആർമി ഇല്ല, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ കുറേ ഡിസ്കഷൻസ് വരുന്നുണ്ട്. ഈ പഹൽഗാം എന്നുള്ള സ്ഥലം എന്താ വെച്ചാൽ, നമ്മൾ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ രണ്ട് ടൈപ്പ് ട്രിപ്പുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് നമുക്ക് കാറിൽ പോയി കാണണം. ഇപ്പോൾ സൊപ്പ് പറഞ്ഞ ബേതാബ് വാലി, ഓറ വാലി എന്ന് പറഞ്ഞാൽ കുറേ വാലീസ് ഉണ്ട്. അപ്പോൾ ആ വാലീസൊക്കെ നമുക്ക് കാറിൽ പോയിട്ട് കറങ്ങി വരാം. പിന്നുള്ളതാണ് ഈ അറ്റാക്ക് നടന്ന മിനി സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അത് പക്ഷേ നമുക്ക് കാറിലൊന്നും പോകാൻ പറ്റില്ല. അതിങ്ങനെ ഒരു കുന്ന് പോലെ, പിന്നെ അവിടെ കുറേ ചളി ഉണ്ടാവും, ചിലപ്പോൾ മഴ ചെയ്തിട്ടായാലും ഐസായാലും, പിന്നെ അങ്ങനെ കുന്നുപോലെ കയറി. ഇതൊക്കെ ഈ മ്യൂള്, കുതിര അല്ലേ, നമ്മുടെ കുതിര എന്ന് പറയും, മ്യൂള്, അതിൻ്റെ മുകളിലാണ് നമ്മളിങ്ങനെ കയറിയിട്ട് അതൊരു സാഹസിക യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ, ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. ട്രക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നമ്മൾ ഒരു ദിവസമാണത്. രാവിലെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് കീഴ്പ്പെട്ട് ഇറങ്ങി വരുള്ളൂ. ആക്ച്വലി ആ കുതിരയ്ക്ക് പോകാനുള്ള ഒരു സ്പേസ് തന്നെയുള്ളൂ. ആ കുതിരയുടെ കുളമ്പ് ഇങ്ങനെ അടിച്ച് പോകാനുള്ള ഒരു പാറക്കല്ലിന്റെ മുകളിൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് നടന്നു പോവാന്നുള്ളത് പോസിബിൾ അല്ല അവിടെ. അപ്പൊ അങ്ങനെ പോയി വരുമ്പോ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോ അവിടെയൊക്കെ വിജനാണ്, കാട്, പിന്നെ ഇങ്ങനെ ഈ പൈൻ ട്രീസ് ഉണ്ടാവും, പിന്നെ മഞ്ഞ് വീഴുന്ന മല, പിന്നെ അപ്പുറത്ത് വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇത് കൂടെ നമ്മൾ ആ മുന്നത്തെ പഹൽഗാം വ്ലോഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പൈൻമരത്തിന്റെ ഇടയിൽ ഓരോ സ്പോട്ട് ഉണ്ടാവും. അതായത് ഒരു വെള്ളച്ചാട്ടം, അവിടെ ഒരു മാഗി വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ കാണാനുള്ള ആ ഒരു സ്പോട്ടിൽ ഒരു 10 മിനിറ്റ് നിൽക്കും, ഫോട്ടോ എടുക്കും. അവിടെ ഒരു മാഗി വിൽക്കുന്ന ഒരാളുണ്ടാവും, അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. കാരണം ഭക്ഷണം വേറെ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ സ്പോട്ടുകൾ എത്തിയിട്ടാണ് നമ്മൾ ഈ വൈകിട്ട് ഒരു 4 മണിക്കാണ് നമ്മൾ ഈ മിനി സ്വിറ്റ്സർലാൻഡ്, ഈ പറഞ്ഞ പോലെ ഈ അറ്റാക്ക് നടക്കുന്നത് എല്ലാവരും എത്തുന്ന ടൈം ആ ഒരു വൈകിട്ടുള്ള വലിയ ഗ്രൗണ്ട് പോലെ തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. അതിങ്ങനെ സമ്മറിലെ ടൈമിലാണ് വെച്ചാലൊക്കെ സ്നോ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തും. അതാണ് ലാസ്റ്റ് ഒരു വിധമുള്ള സ്പോട്ട്. എല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴ്ത്തിക്ക് റോഡിലേക്ക് എത്തി. ഈ ടാക്സി ഡ്രൈവേഴ്സും ആളുകളും ഒക്കെ റോട്ടിലാണ് നിൽക്കുക. അതായത് ആ ഒരു റോഡിൽ നിന്നും, പക്ഷെ ആ റോട്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഇടവഴി കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. നമ്മൾ 2 ദിവസമായിട്ടാണ് പോയത്. ഒന്ന് ഈ ബേതാബ് വാലി കാറിൽ പോണതും, ഒന്ന് ഫുൾ ഡേ നമ്മളിപ്പോ ഈ അറ്റാക്ക് നടന്നിട്ടുള്ള ആ സ്ഥലത്ത് കൂടെ പോണത്. അത് ശരിക്കും നമ്മളന്ന് ചോദിക്കുകയും ചെയ്തു, അപ്പൊ അവിടെയൊക്കെ ടെററിസ്റ്റ് വല്ലതും വരും. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ അവിടെയൊക്കെ ടെററിസ്റ്റ് വന്ന് നിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല വെച്ച് പറഞ്ഞു. ഇല്ല, അവിടെ ടെററിസ്റ്റ് വന്ന് ആരെയും കിട്ടുക, ടൂറിസ്റ്റിനെയല്ലേ കിട്ടുള്ളൂ. അവരൊരിക്കലും ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്യാറില്ല. അവർക്ക് വേണ്ടത് മിലിറ്ററിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ അല്ലേ, ബോർഡറും പ്രശ്നങ്ങളും. ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് അതുകൊണ്ട് അവിടെയൊന്നും ഒരു സൈനികരും ഉണ്ടാവില്ല, പോലീസ് ഉണ്ടാവില്ല, ആർമി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങണോടത്തിൽ പിന്നെ എന്താ വെച്ചാൽ ഈ കുതിരേനെ കൊണ്ടുവരുന്ന ആളുകൾ അവരൊരു ഈക്വൽ ടു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അവരൊരു ആർമി പോലെ തന്നെയാണ്. അവർ നന്നായി നമ്മളെ നോക്കും, കുട്ടികളുണ്ടെച്ച കുട്ടികളെ നോക്കും, ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവർ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഒരാളാണ് ഇരുന്നത് അന്ന്. മിത്തു ചെറിയ കുട്ടിയായിരുന്നു, 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ മിത്തു ഒരു കുതിര, രംഷേട്ടൻ ഒരു കുതിര, ഞാനൊരു കുതിര. ഈ കുതിരേനെ ഇവർ പിടിക്കുക പോലും ഇല്ല, കാരണം കുതിരയ്ക്ക് വഴി കാണാൻ പാടാം. പക്ഷെ എനിക്ക് നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്ക് ഞാൻ അലറി പൊളിച്ച് പേടിച്ച് ഞാൻ അവരെ കൊണ്ട്, രംഷേട്ടൻ ഒറ്റയ്ക്ക് പോയിരുന്നു, കാരണം കുതിരയ്ക്ക് വഴി അറിയാം.
അവരെ കൊണ്ട് ഞാൻ എൻ്റെ കുതിരയെ പിടിപ്പിച്ച്, കാരണം എൻ്റെ മനസ്സിൽ ഇത് വീഴോ, കാരണം അങ്ങനെ പറയില്ലേ, കുതിരയ്ക്ക് കുളമ്പടി വെക്കാനുള്ള സ്ഥലമുള്ളൂ. ചളിയിലൊക്കെ ആ പാവം പിടിച്ച മനുഷ്യനെ ഞാൻ വീഴ്ത്തിയിട്ടു. എൻ്റെ പേടി കൊണ്ട് ഞാൻ അയാളെ തട്ടിയിട്ടു. കാരണം എനിക്ക് ആ പാവം എന്നിട്ട് ഫുള്ള് വീഴൊക്കെ ചെയ്തു. പിന്നെ മിത്തുവിന് മിനി സ്വിറ്റ്സർലാൻഡ് എത്തിയപ്പോഴേക്കും മിത്തുവിന് വയറുവേദനയും തലവേദനയും എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. കാരണം ഇപ്പൊ ഈ അറ്റാക്ക് നടന്ന സ്ഥലം നമ്മള് അവിടെ എത്തിയപ്പോഴേക്കും മിത്തുവിന് വയറുവേദനയും, കാരണം വയറുവേദന നെക്സ്റ്റ് ഡേ ആയപ്പോ ഞങ്ങൾക്ക് പുറം വേദനയും, അത്രയും ട്രക്കിങ് പോലെ. അപ്പൊ മിത്തുവിന് ശരിക്കും വയ്യാതെ ആയപ്പോ ഞാൻ ഇതും കൂടെ ചോദിച്ചു, നമുക്കൊന്ന് പോണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അയാൾ പറഞ്ഞു, പോണെങ്കിൽ 1.5 മണിക്കൂർ ഇനിയും കുതിരയെ പോകണം, താഴ്ത്തിക്ക്. വേറെ ഓപ്ഷനില്ല, അവിടെ കുതിരയെ കൂടെ പോയി താഴ്ത്തിക്ക് എത്തണവരെ മിണ്ടാതിരിക്കണം. അപ്പം ഞാൻ വിളിച്ചു, ദൈവമേ ഇപ്പം പെട്ടെന്ന് വയ്യാതെ ഒരു കാറോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മിത്തുവിന് കുഴപ്പമില്ല, കുറേ നേരം മിനി സ്വിറ്റ്സർലാൻഡിൽ കുറേ നേരം ഇരുന്നു. അവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവർ ഈ വിറകൊക്കെ കത്തിച്ചിട്ട് അവിടുത്തെ മാഗിയുടെ ആൾക്കാർ തണുപ്പ് കൂടിയിട്ട് വയ്യാതെ അവർ ആ സാധനമൊക്കെ തന്ന് നമ്മൾ കുറേ നേരം, എത്ര നേരം നമ്മൾ അവിടെ ഇരുന്ന് ആ വിറകിലൊക്കെ ആക്കി തണുപ്പൊക്കെ മാറ്റി നമ്മൾ എപ്പോഴാണ് അത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ ഈ നമ്മൾ ന്യൂസ് കണ്ട് അറ്റാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മളവിടെ ഇരിക്കുകയാണ്, നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് എന്താവും, അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. ദൈവമേ ഇങ്ങനെ മാഗി കഴിക്കണു, ഇത് ചെയ്യണു, ആ സമയം അങ്ങനെയുള്ളപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. എന്നിട്ട് അവിടുന്ന് 1.5 മണിക്കൂർ മിത്തുവിനായിട്ട് ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു കാറ് വരാനോ, നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കില്ലേ, ഒരു കാറ് വന്നാൽ കുട്ടിക്ക് വയ്യ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു തോന്നില്ല. ഇതൊന്നും ഓപ്ഷനില്ല. അവർ പറഞ്ഞു, മാം 1.5 മണിക്കൂർ ഇനി താഴ്ത്ത് അതേ കുട്ടി അതേ കുതിരയിൽ തന്നെ ഇരുന്ന് പോകണം എന്ന് പറയുമ്പോൾ ശരിക്കും ഒന്ന് ടെൻഷനായി. അതായത് കേട്ട ഒരു സമയം തന്നെ നമ്മൾ പൊതുവേ നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നടുക്കം, പിന്നെ ആ ഒരു TV വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. പക്ഷെ അത് പോയവർക്ക് കുറച്ചും കൂടെ അല്ലേ, നമ്മൾ എന്താ പറയുക, ഓരോ സീനും ഓരോ ഇതും ഇപ്പം എത്ര വർഷമായി പോയിട്ട് ഇപ്പോഴും ഓരോ സീൻ വരെ മനസ്സിലുണ്ട്. കാരണം അത്രയും ഇതുവരെ പോയതിൽ തന്നെ ഞാൻ വേണമെങ്കിൽ പറയും, അത്ര മനസ്സിന് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കാശ്മീർ. അപ്പം അത് പോയവർക്ക് കുറച്ചും കൂടെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എന്താ പറയുക, ഒരു ഷോക്ക് 2 ദിവസമായിട്ട് നമ്മൾ അതിനെ തന്നെ, ഞാൻ ഫുൾ ടൈം അതിനെ തന്നെ ആലോചിച്ച്, എന്താ പറയുക, ന്യൂസാണെങ്കിലും കണ്ട് അയ്യോ നമ്മളെന്താ പറയുക, അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നു, ഇത് നമ്മൾ പോയ സ്ഥലമല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവർക്കും ചിലപ്പോൾ ഇതേ ഒരു അനുഭവം തന്നെ ആയിരിക്കും അല്ലേ. ഞാനിപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നല്ലോ, അന്ന് നമ്മളെ കൊണ്ടുപോയത് വ്ളോഗ് കണ്ടവർക്ക് അറിയാം, നിസാർ ഭായി. അപ്പോൾ ഞാൻ മൂപ്പരെ വിളിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളൊരു കടമയല്ലേ, കാരണം അവരൊക്കെ ഒരു മാനസിക വിഷമം അവിടെ കശ്മീരി ആളുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിസാർ ഭായിനെ വിളിച്ചു, ഭായി എന്തൊക്കെയാ വർത്താനം, ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു ഭായി സുഖം തന്നെയല്ലേ, എന്തൊക്കെയാണ് വർത്താനങ്ങൾ, ഇങ്ങനെ അവിടെ ഇതൊക്കെ അറിഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ വെച്ചിട്ട്. അപ്പോൾ ലിറ്ററലി അങ്ങേര് കരയുക. അപ്പോൾ മൂപ്പര് പറഞ്ഞു വെച്ചാൽ ഞാൻ 2 ദിവസമായിട്ട് കരയാന്നാണ് പറയുന്നത്. അതായത് ആലോചിച്ച് നോക്കും, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് നാളെ മുതൽ എൻ്റെ ഈ ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടല്ലേ ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അതും എനിക്കിങ്ങനെ ജോലിയിലിങ്ങനെ ക്രമേണ എനിക്കിങ്ങനെ പ്രൊമോഷനൊക്കെ ഉണ്ടായി, ഞാൻ അങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നാളെ മുതൽ എൻ്റെ ജോലിക്ക് നാളെ മുതൽ എനിക്കില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് അവർ. കാരണം ടൂറിസ്റ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന കുറേ പാവങ്ങളുണ്ടാണ് അവിടെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ഷീപ്പ് എവിടെയും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ പ്രശ്നമുള്ളവരും ലോക്കൽ സംഭവങ്ങളുള്ള ആളുകളുണ്ടാവും. ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത്. പക്ഷേ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റ് ആളുകൾക്ക് ഈ ഗൈഡായിട്ട്, ഇപ്പം മരിച്ചതിൽ ഒരാൾ തന്നെ പാവം, അയാൾ ആ കുതിരേനെ അത് കൊണ്ടുപോകുന്ന ആളാണ്. അയാൾ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അയാളുടെ ഒപ്പമുള്ള വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിലാണ് ലോക്കലായിട്ടുള്ള അയാൾക്ക് വെടിയേറ്റത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ള ആളുണ്ട്. ഇപ്പം നമ്മുടെ നിസാർ ഭായി അടക്കം നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. മൂപ്പര് എത്രമാത്രം ഒരു നല്ല മനുഷ്യനാണ്. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് വേണമെങ്കിൽ പറയാം, അത്രയും നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. എല്ലാം ഇവർ ഈ നിസാർ ഭായ് ത്രൂ പോയവരാണ് അധിക പേരും. അപ്പൊ അവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത് അവരുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറിയമ്മയ്ക്കും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിസാർ ഭായ് ത്രൂ ആണ് അവരെ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ അവിടുത്തെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു മൂപ്പര്. അന്ന് മൂപ്പര് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്രയോ വർഷം മുന്നേ നമ്മൾ പോയത് 2021 ആ സമയത്തായിരിക്കും. നമ്മൾ 21 ഡിസംബറിലാണ്, നമ്മളെ കോവിഡിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുള്ളത്. അന്ന് ആക്ച്വലി ഇത്രയൊന്നും അന്നത്തേക്കാൾ എത്രയോ ഇരട്ടിയായി ഇപ്പൊ ടൂറിസം അവിടെ എന്നുള്ളതാണ്. അതാണ്, അതായത് ശരിക്കും കണക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ 2021 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം ടൂറിസ്റ്റുകളാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷത്തെ കണക്ക്. 2024 ആയപ്പോഴേക്കും അത് 35 ലക്ഷമായി.
35 ലക്ഷം ടൂറിസ്റ്റ്, അതിൽ 43,000, അതായത് 2021 എത്ര 1000 ചില്ലാൻ 1500 1600 ഫോറിനേഴ്സ് അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിൽ. പക്ഷേ കഴിഞ്ഞ വർഷം അവിടെ പോയ ഫോറിനേഴ്സ് 43,000. അതായത് ഞാൻ ഈ നിസർബായിനെ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഭയങ്കര, അതായത് പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കരമായിട്ട് കശ്മീർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നല്ല രസത്തിൽ എൻജോയ് ചെയ്യണു. പഴയ പേടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവരുടെയൊക്കെയും ബിസിനസ്, ഒരുപാട് ടൂറിസം എന്നുള്ള ബിസിനസ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഞങ്ങളതിന് ഒരുപാട് പ്രാവശ്യം പിന്നെയും ഫോഴ്സ് ചെയ്തിരുന്നു, നിങ്ങൾ വാ, നിങ്ങൾ ഡിസംബറിലായിരുന്നു നമ്മൾ പോയത്. വിന്ററും സ്നോഫോളും കാണാനുള്ള ആ ഒരു ഭംഗിയുള്ള സമയമായിരുന്നു. അപ്പൊ അന്ന് പോയതിന് ശേഷം നിസാർബായിനായിട്ട് പറഞ്ഞ പോലെ നല്ല അടുപ്പായി. മൂപ്പര് ഇങ്ങനെ പറയായിരുന്നു, അന്നേ മൂപ്പര് പറഞ്ഞു ഡിസംബറിൽ ഇവിടെ ഏറ്റവും ഭംഗി സ്പ്രിംഗ് സീസൺ ആണ്, സ്പ്രിംഗ് അല്ല സമ്മർ ആണ്. അത് ടുലിപ്പും അതുപോലെ തന്നെ ഈ വാലി, ഇപ്പൊ ഈ പറഞ്ഞ ബാരിസൺ വാലി പോലെ ബെത്താം വാലി നമ്മൾ അന്ന് പോയപ്പോ പച്ചപ്പ് ഉണ്ടായിരുന്നില്ലേ, അതായത് ഏതാ സിനിമ ബേതാബ് എന്ന് പറഞ്ഞ ആ വാലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നിങ്ങൾ വരൂന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങള് അവിടുത്തെ ഒരു സമ്മറും കൂടെ വ്യൂ ചെയ്യണം. അതായത് പച്ചപ്പ്, അന്ന് നമ്മൾ പോയപ്പോൾ വിന്റർ ആയിരുന്നു, കാരണം സ്നോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു പച്ചപ്പിന്റെ ഭംഗിയും കൂടെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതായിരുന്നു. എന്തായാലും ഒരു ഏപ്രിൽ മെയ് ആവുമ്പോൾ പോണം എന്ന് സത്യമായിട്ട് നമ്മൾ വിചാരിച്ചതാണ്. അതായത് ആ പച്ചപ്പും കൂടെ 4 സീസണും കാണാം അവിടുത്തെ, 2 അല്ല 4 സീസണും ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഈ ടുലിപ്പൊക്കെ കാണണം എന്നൊക്കെ ഉള്ളത് പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അത് പോയവർക്കറിയാം അത് ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണെന്ന് പറയുന്നത്. പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് സത്യമാണെന്ന്. അത്ര നമ്മൾ വാവുന്ന് പൊളിച്ച് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അന്ന് നമ്മൾ കാറിൽ പോണ സമയത്ത് മൂപ്പര് ഇത് ഒരുപാട് തവണ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കാരണം ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞാൻ പറയില്ല, ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം അടുത്താണ് ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് പോലും കുറേ പേര് പോയത് ഈ 2 വർഷത്തിൽ. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ആരും പോയിട്ടില്ല കാശ്മീർ. അപ്പോ ആ റോഡിലൊക്കെ ഒരുപാട് സൈനികരൊക്കെ കാണുമ്പോൾ നമ്മൾ എനിക്ക് ഫസ്റ്റ് അല്ല രംഷേട്ടന് ഫസ്റ്റ്, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും റോട്ടിൽ ഇറങ്ങി ഉടനെ ഈ സൈനികരും അവരുടെ എന്തായാലും പറയാ വലിയ ഈ കോൺവോയുടെ ഇടയിൽ കൂടെ പോയിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ട്. അപ്പൊ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം ഈ മൊത്തം ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എന്താ അതൊരു ഭീകരാന്തരീക്ഷമാണോ, കാരണം അവിടെ അങ്ങനെയാണ്, ഒരു ഭീകരാന്തരീക്ഷമാണോ എന്ന് നമുക്കൊരു ഫീൽ ചെയ്യും. പക്ഷെ ശ്രീനഗറിലൊക്കെ നമ്മൾ ക്യാമ്പിന്റെ തൊട്ട പിന്നിലായിരുന്നു നമ്മൾ കിടന്നുറങ്ങി. ആ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഗുൽമാർഗ് ആയാലും സോൻമാർഗ് ആയാലും ഓരോ അടിയിലും ഓരോ അടി നടക്കുമ്പോഴും ഒരു മിലിറ്ററി എന്നുള്ള പോലെയായിരുന്നു. അപ്പൊ നമുക്ക് തോന്നി അതെന്താ മൊത്തത്തിൽ ഭീകരത ആയതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷെ ആര് ചോദിക്കുകയാണെച്ചാലും ടൂറിസ്റ്റ്, കാരണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്താലും ബാക്കി ആരെങ്കിലും ചെയ്താലും നിങ്ങളെ തൊടില്ല, കാരണം ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണെന്ന് എത്ര പ്രാവശ്യം കാറിൽ ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഒപ്പര അത് പറഞ്ഞിട്ടുണ്ടറിയോ. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയും സേഫാണ്, പിന്നെ അത്രയും സ്ട്രിക്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പം ഞാനിതിങ്ങനെ ആലോചിക്കുക, ടൂറിസ്റ്റുകൾ അത്രയും ദൈവത്തെ പോലെ കാണുന്നതാണ്. പിന്നെ അവർ തന്നെ പറഞ്ഞു, അതായത് അടുത്ത കാലത്താണ് ടൂറിസം വന്നത്. അതുവരെ ഈ പറഞ്ഞ പോലെ നമ്മളടക്കം കാശ്മീർ പോകാനൊരു പേടിയായിരുന്നു, എല്ലാവർക്കും പേടി. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ശരിക്കും ബാക്കിയുള്ള എല്ലാ ലാസ്റ്റ് 3 years ആണ് നമ്മൾ പോയപ്പോ തന്നെ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാരണം ഭയങ്കര ഒരു ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക. നമ്മളെ ഡൽ ലേക്കിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എല്ലാ ഹൗസ് ബോട്ടും ഫുള്ള്, ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ ഫുള്ള് എന്ന് പറയുമ്പോൾ എത്ര ആളുടെ ജോലി അല്ലേ. ഇന്നിപ്പോ ന്യൂസിൽ കേൾക്കുമ്പോൾ എല്ലാവരും തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ വിഷമം. ഇനി ആരെങ്കിലും വരുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് അതിനേക്കാളും ഇന്ത്യക്കാർക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയുമ്പോഴേ ഇത്ര കാലം ആരും പോവാതിരുന്നത് അതിനൊരു പേടി കാരണമാണ്, ആ ഒരു ഏരിയയുടെ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് പോയിരുന്നത് ഈ പറഞ്ഞ പോലെ വളരെ സെക്യൂരിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവര് സീസൺ തുടങ്ങാൻ പോവാ. അത് പറഞ്ഞത് ഞങ്ങളുടെ ലൈഫ് ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് ഈ സീസണിലൊന്നും ആരും വരില്ല, ഞങ്ങളുടെ ലൈഫ് കഴിഞ്ഞു. കാരണം ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് അവർ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവര് പറയും ഈ സമയത്താണ് ഹോട്ടലിനൊക്കെ വില കൂടുക. പിന്നെ കഴിഞ്ഞ വർഷം ഇത്രയും ഭൂമായ സ്ഥിതിക്ക് അവർ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അത്രയും ആളുകൾ വരും. അവർക്കൊക്കെ ഓരോ പ്ലാൻ, ഫാമിലിയിലും അവരുടെയും ജീവിത ചെലവുകളും അവരൊക്കെ ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ വാലി കൂടെ പോകുമ്പോ 2 വീട് കണ്ടു. വീട് എന്നുള്ളൂ, കറണ്ട് ഉണ്ടോന്ന് പോലും എനിക്ക് ഒന്നും സൗകര്യമില്ലാത്ത ആൾക്കാർ തുണിയൊക്കെ ആയിട്ട് അവിടുത്തെ സ്ത്രീകൾ പുറത്ത് നടക്കുകയാണ്. എന്തെങ്കിലും തുണി കഴുകാനാണോ എന്താ. ഇപ്പൊ ഇതിനൊക്കെ ലോക്കൽസ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അജണ്ട ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ശത്രുരാജ്യം ചെയ്യുന്നതാണെന്ന് എന്തായാലും അവര് ഡിസ്റ്റർബ് ചെയ്തത് നമ്മളെ അവിടെയുള്ള കുറേ പാവങ്ങളുടെ ജീവിതം, പിന്നെ എന്താ പറയാ നമ്മുടെ എക്കണോമി,
നമ്മുടെ എന്താ പറയുക ടൂറിസം ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ പിന്നെയും ഒരു അതായത് അവിടെ ഒരു ശാന്തി ജീവിതം പാടില്ല എന്നുള്ള രീതിയിൽ ആരൊക്കെയാ തീരുമാനിച്ച പോലുള്ള അതല്ലേ അത്രയും ദിവസമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത മനസ്സിന് ഭയങ്കര ഒരു വിഷമല്ലേ അതുണ്ടാവരുത് പറയുമ്പോ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ ആരൊക്കെ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ പുറത്ത് ചെയ്ത് കേൾക്കുമ്പോ ഭയങ്കര വിഷമം തോന്നുന്നു. അവിടുത്തെ എനിക്ക് ശരിക്കും ആലോചിക്കുമ്പോ ആദ്യം ആലോചിക്കുമ്പോ ഈ ഇവിടുന്ന് ഒരുപാട് എന്താ പറയാ ഈ കാശ്മീരിൽ പോണെന്ന് പറയുമ്പോ അത്രയും ഭയങ്കര ഇഷ്ടമായിട്ട് പോണത് സാധാ ഒരു ടൂർ പോണ പോലെയല്ല. അതായത് കുറെ ദിവസം കാത്തിരുന്നിട്ട് കുറെ വീഡിയോസ് കുറെ ഫോട്ടോസ് ഇപ്പൊ അവിടെ അതിലൊക്കെ പലരും പറയണ്ടായിരുന്നു അവരൊക്കെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലായിരുന്നു പല ആക്ടിവിറ്റീസ്. ഞാൻ രമേശേട്ടനോട് അന്ന് ഇപ്പൊ നമ്മുടെ വ്ളോഗിൽ തന്നെ ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാന്ന് ഈ കാശ്മീർ പോണതിന്റെ മുന്നേ ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും പല സ്ഥലങ്ങളും പറയുമ്പോൾ ഇനി ഞാൻ എപ്പോഴും രമേശേട്ടനോട് പറയണത് എനിക്ക് ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള സ്ഥലം കാശ്മീരാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ നടക്കുന്നു വിചാരിച്ചില്ല, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ പോയി കാണുന്നു വിചാരിച്ചില്ല. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഫുള്ള് സൈന്യം ഇതൊക്കെ ആയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അയ്യോ എന്നുള്ളൊരു പേടി. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴേക്കും അവിടെ ഡൽ ലേക്കോട് കൂടി ഒരു മായാജാലം കാശ്മീർ എന്ന് പറഞ്ഞ അത് മുഴുവനാവാൻ കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതായത് നമുക്ക് ചെന്നിട്ട് ഇപ്പൊ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് അങ്ങനെ കൂടി അനുഭവം ഉണ്ടായി. ഒരു ഹോട്ടലിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് വളരെ ലോൺലി ആയ ഒരു സ്ഥലത്തായ ഹോട്ടലായപ്പോ പെൽഗാമിൽ തന്നെ പെൽഗാമില് വളരെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോലെ പോയി ആ ഹോട്ടല്. അപ്പൊ രാത്രി ഇപ്പൊ ഭയങ്കര പൊതുവെ എനിക്ക് പെൽഗാമിൽ ഒരു പേടി അന്നത്തെ ദിവസം. കാരണം ബാക്കി എല്ലായിടത്തും നമ്മൾ മിലിറ്ററിയുടെ ചുറ്റുമാണ് കിടന്നുറങ്ങിയത്. അപ്പൊ ഭയങ്കര ധൈര്യം. പക്ഷെ പെൽഗാമിൽ ഈ പറഞ്ഞ പോലെ കുറവായിരുന്നു. അപ്പൊ പിന്നെ ആ സ്ഥലം അങ്ങനെ പൈൻ മരങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ റിസോർട്ട്. അപ്പൊ എനിക്ക് രമേശേട്ടനോട് ഞാൻ പറഞ്ഞു ഒരു പേടി തോന്നുന്നു എനിക്ക് ഇവിടെ വേഗം ഫോൺ ചെയ്തു. രാത്രി 8 മണിക്ക് ഫോൺ ചെയ്തു, ഈ ഹോട്ടല് വേണ്ട. രണ്ടാമതൊരു ചോദ്യം ഇല്ല. അതായത് ഇപ്പൊ വേറെ എവിടെയെങ്കിലും ആണിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ഒരു വാക്ക് തർക്കണ്ടാവും. നിങ്ങൾ ബുക്ക് ചെയ്തല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പറഞ്ഞില്ലെങ്കിൽ എന്തപ്പം മാറ്റരുത്, ഇനിയിപ്പോ എവിടെ കിട്ടും. മൂപ്പര് വരുന്നു, കാറായിട്ട് പുറത്ത് പോയ ആളായിരുന്നു, വേറെ സ്ഥലത്ത് മൂപ്പര് താമസിക്കാൻ വരുന്നു. അവിടുന്ന് മൂപ്പര് വരുന്നു, രാത്രി വരുന്നു, നമ്മളെ പിക്ക് ചെയ്യണു, നമ്മളെടുത്ത് അടുത്ത ഹോട്ടലിൽ പോകുന്നു. ഒരു അടിപൊളി ഹോട്ടലിൽ ആ ഹോട്ടലിൽ കുഴപ്പമില്ല, ഞങ്ങൾ ആ ഹോട്ടലിൽ പോകണു, മൂപ്പര് ബുക്ക് ചെയ്തെടുത്ത് തരുന്നു, താമസിക്കണു. എന്റെ നിങ്ങൾ മാറിയേ, ഇതിൽ ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടായി, നഷ്ടം വന്നു, മൂപ്പർക്ക് നഷ്ടം വന്നിട്ടുണ്ടാവും. പിന്നെ മൂപ്പരുടെ ഉറക്കം അവിടെ നിന്നൊരു ചോദ്യം. അതാണ് അവരുടെ ഒരു നമുക്ക് ചെയ്തു തരുന്ന ഒരു സൗകര്യം. അപ്പൊ നമുക്കും ഒരു ഇത് തോന്നും. കാരണം നമ്മൾ ഒരു പ്രശ്നമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ്. അങ്ങനെയാണ് അവിടെയുള്ള ഓരോരുത്തരും നമ്മളോട് അവിടെ ചെല്ലുന്ന ആളുകളോട് ബിഹേവ് ചെയ്യുന്ന രീതി. അപ്പൊ എനിക്ക് വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യുന്ന തന്നെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ജീവൻ നഷ്ടപ്പെട്ടതും ഫാമിലി അവരുടെ ദുഃഖം, അതൊരു തീരാ ദുഃഖമാണ്. അതൊരു ഭയങ്കര വിഷമം, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത് രണ്ടാമത്തത് ഈ പാവങ്ങളുടെ അവരുടെ ലൈഫും അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നിസാർഭായി പറഞ്ഞതെന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു 3 വർഷത്തേക്ക് എല്ലാവരെയും മനസ്സിൽ ഈ സംഭവങ്ങളൊക്കെ ഇനി ഉണ്ടാവും. വിചാരിച്ച ആളുകളൊക്കെ കുറേ പേര് ഇപ്രാവശ്യം കുറേ പേര് ക്യാൻസൽ ചെയ്തു പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ എല്ലാവരും ഉണ്ടാവും. ആ വരുന്ന ആളുകൾ കുറയും. അവരുടെ ജീവിതം ആലോചിക്കുമ്പോൾ അത് വേറൊരു വിഷമം, കഷ്ടമാണ് കാര്യം. ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അവരെ ജീവിതം മാത്രമല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ അത് 2 ദിവസം ശരിക്കും പറഞ്ഞാൽ 1 മണിയൊക്കെ ആയിട്ട് ഉറങ്ങി. ഇവരൊക്കെ ഉറങ്ങുമ്പോഴേ ഞാൻ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പോണു, നമ്മൾ 3 പേരും കൂടെ പോകുന്നു, അവരുടെ ആ ഒരു ഇതാ ഞാൻ ആലോചിച്ച് ഇതിലൊരാളില്ലാതെ തിരിച്ചു വരുന്നു എന്നൊക്കെ ഉള്ളത് അല്ലേ. അതൊക്കെ അതൊന്നും ആലോചിക്കേണ്ട. പക്ഷെ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാൻ തോന്നുന്നത് നമ്മൾ 3 പേരും കൂടെ, അതും 1 മാസം മുന്നേ പ്ലാൻ ചെയ്ത്. അറിയാലോ ഒരു ടൂർ പോകുമ്പോൾ എങ്ങനെയാവും, ഡ്രസ്സ് എടുക്കുന്നു, ഇങ്ങനെ റീൽസ് എടുക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ ഫോട്ടോ എടുക്കണം, കാശ്മീർ സിനിമയിൽ കണ്ട പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ ചെന്ന് നമ്മൾ 3 പേരും കൂടെ സന്തോഷിച്ച് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ ഇതിലൊരാളില്ലാതെ നമ്മൾ തിരിച്ചു വരാന്നൊക്കെ, അതൊക്കെ ആലോചിക്കാൻ പോലും എനിക്ക് വയ്യപ്പാ. അത്രയും 26 പേരുടെ കുടുംബങ്ങൾ, അത് അവർക്ക് എന്താ പറയുക, അത് സഹിക്കാനുള്ള ഒരു മനസ്സെന്നൊക്കെ നമുക്ക് വെറുതെ പറയാം. പക്ഷെ എന്തായാലും ആ കരുത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിന് എന്തായാലും ഇപ്പൊ ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ മാക്സിമം ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ പിന്നെ അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒന്ന് ഈ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായത്, ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഇൻസിഡന്റ് ആയത്, മതം ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതൊക്കെ. ഉറപ്പാണ് നമ്മൾ തമ്മിലുള്ള ഇന്ത്യയിലെ മതങ്ങൾ തമ്മിൽ അടിച്ചു പിരിയണം. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യണതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാല് ഇത് കേട്ട് കഴിഞ്ഞാൽ എത്രയും ഇവിടെ ഈ ഒരു തർക്കം ഉണ്ടാക്കണം, ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഇതുണ്ടാക്കണം. അപ്പൊ അവിടെ മുസ്ലിംസ് വന്നിട്ട് ഹിന്ദുക്കളോട് ഇങ്ങനെ ഇത് ചൊല്ലാൻ പറഞ്ഞ് പറ്റിയില്ലാണ്ടപ്പോ മുസ്ലിംസ് വെടിവെച്ചു വന്നു. അപ്പൊ ഇവിടെ ഹിന്ദുക്കൾ ഇതനുസരിച്ച് ഇതാണ് ലക്ഷ്യം. പുറത്തുനിന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഹിന്ദു മുസ്ലിം എന്നല്ല, ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരും
നമ്മളൊക്കെ ഇന്ത്യക്കാരും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇന്ത്യക്ക് ശത്രുക്കളാണ്. അത്രേ ഉള്ളൂ. 2 ഡെഫിനേഷൻ ഇതിലുള്ളൂ. ഇതിലൊരു ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു പാടില്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും മനസ്സിലാക്കണം. ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. കശ്മീരിൽ അന്ന് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് അത് നമ്മൾ ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം. കാരണം അതില്ല എന്നുണ്ടെങ്കിൽ വിജയിച്ചത് അവരാണ്. കാരണം അവരുടെ ഈ സ്ട്രാറ്റജി വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും മനസമാധാനം കിട്ടാത്ത ഒരു സ്ഥലമായിട്ടും ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവിടെ ഉള്ളവര് സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ ഒരിക്കലും ഈ തീവ്രവാദത്തിലേക്കൊന്നും പോവാൻ ചാൻസ് ഇല്ല. അതും ഒരു കാരണമായിരിക്കും. കാരണം അവർക്ക് ജോലിയുണ്ട്, അവര് സാമ്പത്തികമായി മെച്ചപ്പെടുന്നു. ദാരിദ്ര്യം വരുമ്പോഴല്ലേ എന്തിലേക്കും ഗതികെട്ട് പോവാന്നുള്ള എന്താ അറിയില്ല, അവരുടെ അജണ്ട എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഭയങ്കര വിഷമമായിട്ടുള്ള ഞാൻ ഇതിനെടുക്കുന്നതേ നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവർ അത് ഹിന്ദു മുസ്ലിം എന്നുള്ളതല്ല, നമ്മുടെ ശത്രു. ഇവിടെ ഉള്ളവര് ഹിന്ദു മുസ്ലിം എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മളെ ഇടയിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ല. അത് പുറത്തുനിന്ന് വന്നിട്ട് ഈ ഒരുമാതിരി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെയുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് നമ്മളത് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ കശ്മീരിലുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്യുന്നുണ്ട്. അവരത് കറക്റ്റായിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഇന്ത്യൻസ്, ഞങ്ങൾ ഒന്നിച്ചാണ്. ഇവിടെ ഇടയിൽ കയറി വന്നിട്ട് അങ്ങനെ നീ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നുള്ള ഒരു പ്രശ്നത്തിന് ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് അത് ഇന്ത്യയിൽ മുഴുവൻ ഉള്ള ആളുകൾ, അത് ആ സ്റ്റേറ്റിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് അതാവണം. അത് ഇതിന്റെ പേരിൽ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടാവരുത് നമ്മളെ ഇടയിൽ. നമ്മളൊന്നാണ്. അങ്ങനെ നമ്മുടെ രാജ്യം എന്താണോ അവർക്ക് വേണ്ടി എന്ത് ക്രൂരമായ പണിഷ്മെന്റ് കൊടുത്താലും സന്തോഷമുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ അത്രയും എന്താ പറയാ രക്തം തിളച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ല. അപ്പൊ അത് ചെയ്യുന്ന ആളുകൾ നമുക്ക് എല്ലാവരെയും രാജ്യം എന്നേ ഞാൻ പറയുന്നത്. നമ്മൾ കുറെ പേര് ഇപ്പൊ ശത്രുരാജ്യം ഇപ്പൊ അറിയില്ല. ഇനിയിപ്പോ പാകിസ്ഥാന്റെ കുറെ പേര് പറയുന്നുണ്ട്. ചിലപ്പോ അവിടെയുള്ള പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. കാരണം അവിടെ ഓൾറെഡി പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അവിടെ എന്തൊക്കെ ഇന്റേണൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ? എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണോ കറക്റ്റായിട്ടുള്ള അവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ അവർക്കത് മനസ്സിലാക്കണം. ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഇവിടെ ഈ രാജ്യത്ത് ഇതിന്റെ കണക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കശ്മീർ എത്രയും പെട്ടെന്ന് അങ്ങനെ ഉണ്ടായാൽ അത് അവരുടെ വിജയം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ പേടിയിൽ അങ്ങോട്ടാരും പോവാതെയും അല്ലെങ്കിൽ അവിടെ ഉള്ളവർ പിന്നെയും ദരിദ്രരായി കഴിഞ്ഞിട്ട് ടെററിസ്റ്റിലേക്കും എന്താ പറയുക ബ്ലാക്ക് മണിയിലേക്കും പോയിട്ട് തോക്കെടുത്തിട്ട് പിന്നെയും പണ്ടത്തെ പോലെയുള്ള ഒരു കശ്മീരായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ടാവാതിരിക്കട്ടെ. അതെ, സുരക്ഷയും കൂടെ ഉണ്ടാവട്ടെ, കുറച്ചും കൂടെ സുരക്ഷയും അതൊക്കെ. പിന്നെ ഇതിലൊക്കെ അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ ഫോഴ്സ്, ആർമി, അവരുടെ ഒരു അവസ്ഥ എന്ന് പറയണതില്ലേ. അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ എൻ്റെ അച്ഛൻ ആർമിയിലായപ്പോ എനിക്കറിയാം കാർഗിൽ വാറൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾ എന്താ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളത്. കുറെ കാലങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അച്ഛൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കുമ്പോൾ ഒരു ഫാമിലിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്തു എന്താ ഉണ്ടാവുക, അവിടെ ഇനിയിപ്പോൾ ഇതുണ്ടാവോ എല്ലാ ആർമിയിലുള്ള എല്ലാവരും വീട്ടുകാർക്ക്, അവിടെ ഉള്ളവരൊക്കെ വീട്ടുകാർക്കൊക്കെ ഈ ഒരു പേടി മനസ്സിൽ. അതൊക്കെ അപ്പൊ ആർമിക്കാര് അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് വേണം അവര് മുന്നോട്ട് പോകുന്നത്. അതെ, അല്ല കുറെ കമന്റുകൾ പോയി പോയി യുദ്ധം ചെയ്യുന്നവരുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും നമുക്ക് എന്ത് സുഖമല്ലേ, നമ്മൾ സുഖസുന്ദരമായി നമ്മുടെ ആരെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ഇരുന്ന് സമ്പാദിക്കുന്നുണ്ടാവും, നമ്മളെ സുഖമായിട്ട് ഒരു മൂലക്കിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ യുദ്ധം പോയി അത് ചെയ്യുന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പം. അവരെടുക്കുന്ന ശക്തമായ അടിപൊളിയായിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ നമ്മുടെ അച്ഛനോ നമ്മുടെ സഹോദരനോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്യുന്ന പറയാൻ നമുക്ക് തോന്നുമോ? അല്ലേ? നമ്മുടെ ഈ വീട്ടിലിരിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ. അത് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്ര പുറകോട്ട് പോകും, എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടെന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ടല്ല അല്ലേ? അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു വല്ലാത്തൊരു യോഗമുള്ള സ്ഥലമാണ്, സ്റ്റേറ്റ് ആണ്. ഞാൻ നല്ല രംശിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം, ഏറ്റവും ഭംഗിയുള്ള ആളുകൾ, ദൈവം ആണെന്ന് ഞാൻ പറയാറില്ല. എല്ലാം കൊടുത്തു, സമാധാനം മാത്രം കൊടുത്തില്ല എന്ന് നമ്മൾ പറയില്ലേ, അല്ലേ? എല്ലാം കൊടുത്തു, നല്ല ഭൂപ്രകൃതി, നല്ല ഭംഗി, നല്ല ആളുകളല്ലേ, പക്ഷെ ഒരു നല്ല കാലാവസ്ഥ, നല്ല എല്ലാം കൊടുത്തു. പക്ഷെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം ആ ആളുകളുടെ എന്നുള്ളത് എന്ന് തുടങ്ങിയത് ആ പാവങ്ങളുടെ ജീവിതം എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടമാണ്. നമുക്കത് വരാത്തോടത്തോളം കാലം നമുക്ക് അടിപൊളിയായിട്ട് എല്ലാവരും ബ്ലെയിം ചെയ്യാനൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മളൊക്കെ എത്ര ലക്ഷറി ആണെന്നുള്ളത് നമുക്ക് അവിടെ പോയാലും നമുക്ക് മനസ്സിലാവും. അധിക പേരുടെയും എന്ത് ലക്ഷറി അവിടെ ഉള്ളത്, അവിടെ ഭയങ്കര അങ്ങനെ ലക്ഷറി നമുക്ക് കാണാൻ പറ്റില്ല. ഈ ആട്ടിടയന്മാർ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഭംഗിയാണല്ലോ, പക്ഷെ അവരുടെയൊക്കെ ജീവിതം ഒരു നോർമലായിട്ടുള്ള ജീവിതമല്ലേ. അത് അവിടെ പോകുമ്പോഴാണ് നമുക്ക് ആ പെൽഗാമിൽ പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ
ഈ ഷീപ്പുമായിട്ട് പോകുന്ന ആളുകളെ, ഈ വാലീസ് കൂടുതൽ അവിടെയല്ലേ, ബാക്കിയുള്ളടത്തും നമുക്ക് അങ്ങനെ കാണില്ല അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഷീപ്പും ആൾക്കാരും കൂടി പോണ ആ ഭംഗി, വാലിയുടെ ഇടയിൽ കൂടെ പോണ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഭംഗിയൊക്കെ ഈ പെഹൽഗാമിലാണ്. പെഹൽഗാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തോന്നി ഗുൽമാർഗ് അല്ല ഡൽ ലേക്കാണ്. ബാക്കി ഗുൽമാർഗും സോൻമാർഗും ഒക്കെ കുറെ സ്നോവും അങ്ങനെ അങ്ങനെ പോകണമെന്നല്ല, പക്ഷെ ഏറ്റവും ഭംഗി പെഹൽഗാമും. അതാ ഭംഗി കാണാൻ വേണ്ടിട്ടാണ് കുതിരപ്പുറത്ത് അത്രയും മുകളിലേക്ക് ആൾക്കാർ പോണത് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ, അതുവരെ പോയതൊക്കെ മറന്ന് ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നു പറയണ ആ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അതുവരെ അത്രയും ദൂരത്തേക്ക് പോണത്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇതിനുള്ള ഒരു തിരിച്ചടി ആയാലും അല്ലെ, സമാധാനപരമായ അന്തരീക്ഷമായാലും കാശ്മീരിലുണ്ടായി എല്ലാം പഴയ പോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത്. ഈ പറഞ്ഞ പോലെ കുടുംബം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതിനുള്ള കരുത്ത് ഉണ്ടാവട്ടെ അല്ലേ. കുറെ ആളുകൾ ഈവൻ നമ്മുടെ മുംബൈയിലെ ഡോംബിവില്ലിയുള്ള ഒരു ന്യൂസ് കണ്ടിട്ട് എനിക്കത് ഫുള്ള് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഡോംബിവില്ലിയുള്ള കേരളത്തിലുള്ളവരുണ്ട്, എല്ലാ നാട്ടിലുണ്ട്. നമുക്കിപ്പോ ഏത് നമുക്ക് അറിയുന്നവരെ അറിയുമ്പോൾ നമ്മളെ നാട്ടിൽ പറയുമ്പോ നമ്മളെ നാട്ടിൽ വിചാരിക്കും, പക്ഷെ ഓരോ നാട്ടിലും ഓരോരുത്തരുടെ ജീവൻ പോയിട്ടുണ്ട്. അപ്പൊ അതൊരു വിഷമാണ്, അങ്ങനെയുള്ള വിഷമമുള്ള സിറ്റുവേഷൻ. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിക്കാം അല്ലേ. അതെ, അത്ര ഇതിന് പറയാനുള്ളൂ. പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ തോന്നിയത് ഈ പെഹൽഗാം എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ഇത് പോകില്ല. നമ്മൾ പോയ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോലും അല്ലേ, നമ്മൾ പോയ സ്ഥലം, നമ്മൾ ഇരുന്ന സ്ഥലം, അവിടെ വെടി വെക്കുന്നത്, അയ്യോ ഇവിടെയല്ലേ നമ്മൾ ഇരുന്നത്, ഇവിടെയല്ലേ നമ്മൾ ഫോട്ടോ എടുത്തത് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, നമ്മളവിടെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വരികയെന്ന് നമ്മളൊരാൾക്കാണ് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മളിങ്ങനെ ആലോചിച്ചു പോവുക. കല്യാണം കഴിഞ്ഞ 6 ദിവസത്തിനുള്ളില് ഒരു വിധവയാവേണ്ട വന്നൊരു പെൺകുട്ടി, അതൊക്കെ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ലേ നമുക്ക്. അടുത്ത കാലത്തൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായത് മുംബൈയിലെ താജിലെ ടെററിസ്റ്റ് അറ്റാക്കിലെ. അത് നമ്മൾ ബോംബെയിലായിരുന്നു അന്ന്. ഈ പറഞ്ഞ പോലെ നാടായ നാട്ടിൽ നിന്ന് മുഴുവൻ കോളായിരുന്നു. സിവിലിയൻസിനെ അത് ശരിക്കും കുറേ കാലം ഇപ്പോഴും VT സ്റ്റേഷനിൽ പോകുമ്പോൾ അതിനെപ്പറ്റി പറയാതെ, താജ് പോകുമ്പോൾ അതിനെപ്പറ്റി പറയാതെ ഞങ്ങൾ പോവാറില്ല. കാരണം ഇതൊന്നും നമ്മൾ മറക്കില്ല. ഇത് എത്ര കാലം കഴിഞ്ഞാലും എപ്പോ VT സ്റ്റേഷനിൽ CST പോയാലും അതിങ്ങനെ പറഞ്ഞ് അവിടേക്ക് ഇങ്ങനെ നോക്കി ഈശ്വര കസബ് ഇത് കൂടെ അല്ലേ വന്ന് അങ്ങനെ എന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ആലോചിക്കുക എത്രത്തോളം നമ്മുടെ മനസ്സിൽ അത് ഡീപ്പായിട്ട് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ മനസ്സിലേക്കുള്ള ഒരു മുറിവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം സിവിലിയൻസിനെതിരെയുള്ള അങ്ങനെ പറയുമ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ കാണുകയും ചെയ്യും. അതിനുശേഷം ഇപ്പോഴാണ് അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു. പിന്നെ പുൽവാമയിലും അവിടെയൊക്കെ നമ്മളെ ജവാന്മാരൊക്കെ നഷ്ടപ്പെട്ടു, അതൊക്കെ വിഷമം തന്നെയാണ്. അതൊക്കെ നമ്മൾ ഭയങ്കര വിഷമത്തോടുകൂടി കേട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. നമ്മളായിട്ട് ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നമ്മളായിട്ട് ഇന്നേ വരെ ഒരാളെയും കയറി പോയിട്ടില്ല. ശരിക്കും ഇന്ത്യനെ സ്ത്രീയായി ഉപമിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഭാരത അമ്മ എന്ന് പറയുന്നത് തോന്നുന്നത് ഭൂമിയുടെ അറ്റത്തോളം ക്ഷമിക്കുന്നു പറയില്ലേ. എത്ര കിട്ടിയാലും ക്ഷമയുടെ നെല്ലിപ്പലക കാണും എന്നുള്ള ഒരു അവസ്ഥയാണ്. അത്രയും ക്ഷമയുടെ നെല്ലിപ്പലക കിടുമ്പോഴാണ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നേ വരെ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെയ്യും ഇതുപോലെ എല്ലാവർക്കും ചിന്തിച്ചുകൂടെ എന്ന് ഞാൻ എപ്പോഴും അല്ലേ. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഇനി എനിക്കറിയില്ല. നമ്മൾ എത്ര സമാധാനമായി പോകണം, അതുപോലെ എല്ലാവർക്കും സമാധാനമായി പോയിക്കൂടെ. എന്തിനാ വെറുതെ കയറി ചൊറിയാൻ വരുന്നത് എന്നുള്ളത് എപ്പോഴും ആലോചിക്കും. എത്ര ഒരു സമാധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്, എന്ത് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇങ്ങനെ ഓരോന്ന് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭൂമിയുടെ നെല്ലിപ്പലക വരെ നമ്മൾ കാണും എന്നുള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം അല്ലേ. ഇപ്പോൾ കാശ്മീർ അനുഭവങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യൂ. കാരണം നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എല്ലാവരും പോയാലും പോയില്ലെങ്കിലും ഇതൊരു അനുഭവം തന്നെയാണ്. എല്ലാവരും മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തത്. ആരും സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥ, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പോലും എങ്ങോട്ടും പോവാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാറോ ബൈക്കോ വരാൻ ഉള്ള ഒരു സ്ഥലം അല്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടിട്ട് ഇങ്ങനെ ഒന്ന് അനുഭവിക്കേണ്ടി വരുന്ന കുറേ ഗ്രൂപ്പുകൾ. നമ്മളവിടെ പോയിട്ടുന്ന സമയത്ത് കുറേ തോക്കുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സഹായത്തിന് പോലും വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാനില്ലാത്ത, അങ്ങനെയുള്ള പറയുമ്പോൾ അത്രയും കൂടുതൽ മിലിറ്ററി സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഈ ഒരു സ്പോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത അവിടെ നമ്മൾ പെട്ടുപോകുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥ ഇല്ലേ, അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയത് നമ്മൾ ശരിക്കും ആ കോറിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്ഥലത്ത് ഇതാണല്ലോ അനുഭവം ഉണ്ടാവുക എന്നുള്ളത്.
അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെ നമ്മൾ ഉറക്കം അലറുമ്പോൾ നമ്മുടെ എക്കോ വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മൾ അലറുമ്പോൾ നമ്മുടെ എക്കോ ആണ് വരിക. അത്ര പോലും അവിടെ അലറിയാലും ഒന്നും അറിയില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണത്. അപ്പോൾ അത് പോയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക, അത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെയൊക്കെ തോന്നണം. അപ്പോൾ എന്തായാലും അല്ലേ, തൽക്കാലം നമ്മൾ ഈ ഒരു ഇത് നിർത്തുകയാണ് വീഡിയോ. വളരെ വിഷമത്തോടെ, എല്ലാം പഴയ പോലെ ആവില്ലെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു, മുറിവ് അവിടെ തന്നെ കിടക്കും. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടവർ അതൊരു നഷ്ടം തന്നെയാണ്, അത് മാറില്ല. പിന്നെ എന്താ പറയുക, തിരിച്ചടി ഇത് നയതന്ത്ര കാര്യങ്ങളിലൊക്കെ ഓൾറെഡി കുറേ ഡിസിഷൻ, അതൊക്കെ അതിനോട് ബന്ധപ്പെട്ട നമ്മളൊരു കോമൺ മാനാണ്. നമ്മളെപ്പോഴും ദശ വികാരമാണ് നമ്മളോട്. ഓക്കെ, ഇങ്ങോട്ട് വന്നു ഇനി അവർ അത് ചെയ്യുക, അതാണ് നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. നമ്മളത്രയും കുറേ എന്താ പറയുക, നയതന്ത്ര കാര്യങ്ങളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളെ അടിച്ച സ്ഥിതിക്ക് അവർ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അങ്ങനെയുള്ള എന്താ പറയുക, വ്യക്തമായ തീരുമാനങ്ങളോട് കൂടിയിട്ടുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവട്ടെ. അല്ലാതെ ചുമ്മാ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ഭാവിയിൽ നമ്മളതിനെ മൊത്തം ഒരു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അതിനോടനുബന്ധിച്ച് വിവരമുള്ള ആളുകൾ, ഗവൺമെൻറ്, പ്രതിപക്ഷം, അവരൊക്കെ ഇരുന്ന് ആലോചിച്ച്, എല്ലാ പാർട്ടികളും ആലോചിച്ച് അവരൊക്കെ നല്ല തീരുമാനം നമുക്ക് എല്ലാ ജനങ്ങൾക്കൊക്കെയും ബാക്കിയുള്ളവർക്കൊക്കെയും ഉതകുന്ന രീതിയിലുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അവരതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കാം. ഓൾറെഡി കുറേ അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടതല്ലേ, ഉറിയിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്തൊക്കെയാ വെച്ചാൽ അവർ പ്ലാൻ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ജീവൻ പോയ, അതായത് നഷ്ടപ്പെട്ടു പോയുള്ള ഫാമിലികളൊക്കെ അവരൊക്കെ എത്രയും പെട്ടെന്ന് അവർ തിരിച്ച് പഴയ പോലെ ആവില്ല എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർ തിരിച്ച്, നമ്മളെയൊക്കെ പ്രാർത്ഥനകളൊക്കെ അവരുടെ ഒപ്പം. പിന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി സേഫ് ആവട്ടെ, സേഫ് ആയിരിക്കട്ടെ. ഇന്ത്യൻ എല്ലാ മിലിറ്ററി ഈ ഒരു സോൾജേഴ്സിനും എന്താ പറയാ, ഒന്നും പറ്റാതിരിക്കട്ടെ, പരിക്കുകളൊന്നും പറ്റാതിരിക്കട്ടെ. കാരണം അവരാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അതൊരു വിഷമാണ്. കാരണം അവരല്ലേ മുന്നിൽ നിൽക്കേണ്ടത്. വീരമൃത്യു ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ, എനിക്ക് തോന്നുന്നു ഇന്നാണ് അത് ന്യൂസ് ഉണ്ടായത്. അപ്പൊ അത് തന്നെ വല്ലാത്തൊരു വിഷമമായി. അങ്ങനത്തെ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അവരുടെ ഫാമിലികളൊക്കെയും എന്താ പറയാ, ഭയങ്കര ധൈര്യത്തോടു കൂടി ഇരിക്കാൻ പറ്റട്ടെ. തൽക്കാലം വീഡിയോ തൽക്കാലം നിർത്താം.